ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മധുര പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ പൊട്ടുകടലയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മധുര പലഹാരമാണിത്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി 1.5 കപ്പ് പൊട്ടുകടല ആവശ്യമാണ്. പൊട്ടുകടല ഒന്ന് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടി ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക് പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് വറുത്തെടുക്കണം. പൊട്ടുകടല ഇതുപോലെ കൈയെടുക്കാതെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. 5 മിനിറ്റ് വറുത്തെടുക്കുമ്പോഴേക്കും അരികൊക്കെ ഒന്ന് കളർ മാറി വരുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. 250 ഗ്രാം ചക്കര 2.5 ഗ്ലാസ് വെള്ളത്തിൽ അടുപ്പിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത് മാറ്റിവെക്കാം. പൊട്ടുകടല നന്നായി ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. മാക്സിമം ഫൈനായിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അത്യാവശ്യം ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ലോയിലാക്കി വെച്ച ശേഷം പൊട്ടുകടല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോ കുറച്ച് നെയ്യ് കുറവായത് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കി ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോ ഒരു ലൈറ്റ് യെല്ലോ കളർ ആണല്ലോ. ഇതൊരു ഗോൾഡൻ യെല്ലോ ആകുന്നത് വരെ വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ. പൊട്ടുകടല പൊടിച്ചത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം അതുകൊണ്ട് ലോയിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ല ഗോൾഡൻ കളറിലേക്ക് ചേഞ്ച് ആയി വരും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കര ചേർത്ത് കൊടുക്കാം. ചക്കര ചേർത്ത് കൊടുക്കുന്നത് 4 ബാച്ച് ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഫസ്റ്റ് ബാച്ച് ചക്കര ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ലോണം ഒന്ന് വറ്റി വരണം. നല്ലൊരു ഡ്രൈ ആയി വരുന്ന സമയത്ത് വീണ്ടും ചക്കര കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി ചക്കര വീണ്ടും ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് വീണ്ടും അടുത്ത ബാച്ച് ചക്കര ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 4 തവണയായിട്ടാണ് ഞാൻ ഇതിലേക്ക് ചക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നതിന്റെ കാര്യം പൊട്ടുകടലയുടെ ഒരു പച്ചച്ചൊവ ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 4ാമത്തെ ബാച്ച് ചക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഡ്രൈ ആവാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നേരം അങ്ങനെ ഇളക്കി നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5-6 ഏലക്ക മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണിത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. നെയ്യ് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. ഇത് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഒരൊറ്റ കട്ടയായിട്ട് കിട്ടുന്ന രീതിയിൽ വരട്ടിയെടുക്കണം കേട്ടോ. വീണ്ടും ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആകുന്നത് വരെ ഇത് വരട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ഒറ്റ കട്ടയായിട്ട് കിട്ടുന്ന ഒരു പരിവാകണം. അപ്പോഴാണ് ഇത് റെഡിയായി കിട്ടുന്നത്. ഇതിപ്പോ ഒറ്റ കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുമ്പോഴേക്കും നമ്മുടെ മധുര പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ആവുന്ന സമയത്ത്
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഒന്ന് ചൂടാറി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മോൾഡ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.